പ്രിയപ്പെട്ടവരെ, ഇന്നലെ 24/5/2025 നമ്മുടെ ചേരാമ്പ്രയിലെ 15-ാം വാർഡിൽ തേനേരിപ്പാറയിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായിട്ടുള്ള അതിശക്തമായ ഒരു കാറ്റിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊയ്തീൻകോയയുടെ വീടിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ മുകുന്ദേട്ടൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്കൊക്കെ മരം പൊട്ടി വീണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മരങ്ങളൊക്കെ നടു പിളർന്ന് വീണിട്ടുണ്ട്. തെങ്ങ് പോലുള്ള മരങ്ങളൊക്കെ നടു പിളർന്ന് വീണിട്ടുണ്ട്. അതുപോലെ വൻ മരങ്ങൾ, പ്ലാവ്, അതുപോലെ തേക്കുകളൊക്കെ കടപുഴുകി വീണ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടി ഉണ്ടായിട്ടുള്ള ഈ അപകടം അത് നടന്ന ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, സന്നദ്ധ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തിറങ്ങി അത്യാവശ്യം അപകടങ്ങളൊക്കെ ഒഴിവാക്കുകയും റോഡിലെ തടസ്സങ്ങളൊക്കെ നീക്കി ഗതാഗത യോഗ്യമാക്കാൻ പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കുഞ്ഞാപ്പൂൻ്റെ വീടിൻ്റെ കോളാത്ത് കുഞ്ഞാപ്പൂൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ വീണ മരങ്ങളൊക്കെ ഇതുപോലെ മുറിച്ച് മാറ്റി റോഡിൻ്റെ തടസ്സങ്ങളൊക്കെ അത്യാവശ്യം ഒഴിവാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ല, ഞാൻ പുറത്തുനിന്ന് കേവലം 2 മിനിറ്റ് മാത്രം നീണ്ടു നിന്നിട്ടുള്ള ഒരു അതിശക്തമായ ചുഴലിക്കാറ്റിലൂടെയാണ് ഈ അപകടങ്ങളൊക്കെ നടന്നിട്ടുള്ളത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഒരാൾക്ക് പൊക്കാൻ പോലും സാധിക്കാത്ത അത്രയും കനമുള്ള വെടിച്ചട്ടികൾ പോലും പറന്ന് പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു എന്ന് അധ്യസ്ഥർ പറയുന്നു. അതുപോലെ തന്നെ പച്ച തേങ്ങ പോലും കാറ്റിൻ്റെ ശക്തിയിൽ തെറിച്ച് വീണ അനുഭവങ്ങൾ, ചക്ക, അതുപോലെ വലിയ ചക്കകളൊക്കെ പറന്നു വന്നിട്ടാണ് ഓരോ വീടും മുറ്റിട്ട് വീണ അനുഭവങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നത്. വൻ മരങ്ങൾ വേരോടെ കടപുഴുകി വീണ വിഷ്വലാണ് കാണുന്നത്. ഇതുപോലെ ധാരാളം മരങ്ങൾ വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ചരക്കടവ് പാലത്തിനടുത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ വലിയ മാവ് അടക്കമുള്ള മരങ്ങൾ വീണിട്ടുണ്ട്. വലിയ പ്ലാവ് മൊത്തം കടപുഴുകി വീണത് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് മറ്റൊരു മരം കൂടി വീണിട്ടുണ്ട്. ആ മരമാണ് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വീണിട്ടുള്ളത്. ഒരു വലിയ മരം തന്നെയാണത്. സംഭവ സ്ഥലത്ത് നമ്മുടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകരെല്ലാം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പരമാവധി അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വീട്ടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളെല്ലാം അപകടം കൂടാതെ മുറിച്ച് മാറ്റാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്.